അമ്മേ ഒന്നു ചൊല്ലുമോ, നിൻ സുതനോടൊന്നു ചൊല്ലുമോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസത്തിലെ 8-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്ന പേരിൽ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറക്കിയിട്ടാണ് ജപമാലയിൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്തത്. മാർപ്പാപ്പ അതിൽ പ്രധാനമായും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന 5 ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒന്നാമതായി, അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലും സന്തോഷം നിലനിൽക്കുമെന്നുള്ളതാണ്. ജപമാലയിലെ ലുത്തിനിയായിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമേ എന്ന്. എലിസബത്തിനെ സന്ദർശിക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യകാമറിയം കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എലിസബത്തിന്റെ ഹൃദയത്തിലും അധരത്തിലും ഉദരത്തിലും സന്തോഷം നിറയ്ക്കുകയാണ്. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ. രണ്ടാമതായി, നാരകീയ ശക്തികളുടെ തല തകർത്ത ഈശോ മിശിഹായ്ക്ക് ജന്മം നൽകിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കും. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിലെ സങ്കട നിമിഷങ്ങളിലും നിരാശയുടെ നിമിഷങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴി അവിടെ മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിന് കാനായിലെ വിവാഹവിരുന്ന് ഉദാഹരണമായി പറയുന്നു. ആ കുടുംബത്തിന്റെ വേദന തിരിച്ചറിഞ്ഞ് അവരെ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരമ്മ. നാലാമതായി, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആപ്തവാക്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്വിൻ. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കും. അഞ്ചാമതായി, നമ്മുടെ കർത്താവിന് ജന്മം കൊടുത്തവളാണ് പരിശുദ്ധ മറിയം. ഈശോയ്ക്ക് ജന്മം കൊടുത്ത പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ ശരീരമാകുന്ന ദിവ്യകാരുണ്യത്തെയും ശരീരമാകുന്ന സഭയെയും സ്നേഹിക്കുവാൻ നമുക്ക് പ്രചോദനവും മാധ്യസ്ഥവുമായി നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ മാസത്തിൽ നമുക്ക് വിശ്വാസമോടെ ജപമാല ഏന്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥഹായം നമുക്ക് എന്നും ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഈ ജപമാല മാസത്തിൽ നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.